ശ്രീനാരായണീയരെ ചരിത്രപ്രസിദ്ധമായ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉദ്ദേശം 12 കിലോമീറ്ററോളം വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ചെമ്പഴന്തി. വനപ്രദേശത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന വലിയ മരങ്ങളും കുറ്റിക്കാടുകളും എല്ലാം കൊണ്ടും ഈ വനത്തിൻ്റെ ഭംഗി ഒന്നും കൂടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വളരെയേറെ ഭംഗി നിറഞ്ഞ ഈ പ്രദേശത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട്, മണയ്ക്കൽ ഭഗവതി ക്ഷേത്രം. അവിടെ നായർ പ്രമാണിമാരും ഈഴവ പ്രമാണിമാരും ചേർന്നാണ് ക്ഷേത്ര കാര്യങ്ങളൊക്കെ നടത്തിപ്പോരുന്നത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി വലിയൊരു ചെമ്പകമരവും അതിൻ്റെ ചുവട്ടിലായി ഒരു കൽത്തറയുമൊക്കെയുണ്ട്. അവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ക്ഷേത്രത്തിലെ യക്ഷിക്കാവ് ആ വടക്ക് ഭാഗത്ത് അരയാൽ ചുവട്ടിലായിട്ട് തന്നെയാണ്. അവിടെ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത കുറേ സർപ്പപ്രതിമകളും പിന്നെ നെടുനീളത്തിൽ വലിയൊരു കെട്ടിടവുമൊക്കെ കാണാം. ആ കെട്ടിടം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ദേവീക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ ഉത്സവത്തിൻ്റെ മായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ക്ഷേത്രകാര്യങ്ങളിൽ പ്രധാന ചുമതലയുണ്ടായിരുന്നതിൽ ഒരാൾ ശംഖുവാശാനാണ്. ഈ ശംഖുവാശാനോ ചെമ്പഴന്തിയിലെ പേരുകേട്ട ചെമ്മങ്ങോട്ട് ഭവനത്തിലെ ഒരു കാരണവരാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ഒരിക്കൽ വലിയൊരാപത്തിൽ നിന്ന് അദ്ദേഹമാണ് രക്ഷിച്ചത്. മഹാപണ്ഡിതനും പുരാണ പാരായണത്തിലും കഥ പറയുന്നതിലും ഒക്കെ അതിസമർത്ഥനാണ്. കൂടാതെ കായികാഭ്യാസിയുമാണ് ആശാന് ഈ മണയ്ക്കൽ ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ കാര്യമായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സന്ധ്യകളിലും അദ്ദേഹം അവിടെ ചെന്നിരിക്കുകയും പുരാണ പാരായണങ്ങൾ വായിച്ച് അർത്ഥം പറയുകയും വലിയ ഇഷ്ടമാണ് ശംഖുവാശാന്. വളരെ ഭക്തിയോടും സ്ഫുടതയോടും അതിഗംഭീരത്തോടും ഒക്കെയാണ് ആശാൻ്റെ സംസാരം. ഇത് കേൾക്കാനായിട്ട് കുട്ടികളും മുതിർന്നവരും ഒക്കെ അവിടെ എത്തും. ഒരു ദിവസം ശംഖുവാശാൻ പുരാണങ്ങളിൽ പ്രസിദ്ധമായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയാണ്. ഭഗവാൻ വേദവ്യാസൻ മഹാഭാരതവും പുരാണങ്ങളും ബ്രഹ്മസൂത്രവും ഒക്കെ രചിച്ചു കഴിഞ്ഞിട്ടും വളരെയധികം വിഷമമുള്ളതായി കാണപ്പെട്ടു. അങ്ങനെ ആശ്രമത്തിൽ ഇരിക്കുകയാണ്. ആശ്രമത്തിൽ ഇരുന്ന സമയത്ത് ആണ് നാരദമുനി അങ്ങോട്ട് കടന്നു വരികയാണ്. നാരദമുനി വന്നിട്ടും ഈ മുനിക്ക് സന്തോഷമൊന്നും കണ്ടില്ല. അപ്പം നാരദമുനി ചോദിച്ചു, അല്ലയോ വ്യാസമുനി, അങ്ങ് പല പല ജന്മങ്ങൾ കൊണ്ട് ചെയ്യേണ്ട സകല കാര്യങ്ങളും ഈ ഒരു പുരുഷാർത്ഥം കൊണ്ട് ചെയ്തു കഴിഞ്ഞു, അതുപോലെ എഴുതി കഴിഞ്ഞു. എന്നിട്ടും എന്താണ് അങ്ങയുടെ മനസ്സ് ഇങ്ങനെ അശാന്തമായിരിക്കാനുള്ള കാരണം? അപ്പോൾ വ്യാസമുനി പറഞ്ഞു, അങ്ങ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ട് ഞാൻ അസ്വസ്ഥനാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അങ്ങ് തന്നെ അതിനുള്ള കാരണം പറഞ്ഞു തന്നാലും. അപ്പോൾ നാരദൻ പറഞ്ഞു, ഹേ മഹാമുനി, അങ്ങ് മഹാഭാരതത്തിൽ ഭഗവാന്റെ മഹിമയെ വേണ്ടത്ര വർണ്ണിക്കുകയുണ്ടായില്ല. ഈ അപൂർണതയാണ് അങ്ങയുടെ അശാന്തിക്ക് മൂലകാരണം. അപ്പോൾ ആ കളിത്തട്ടിലിരുന്ന് കഥയെല്ലാം കേട്ടിരുന്നവരുടെ കണ്ണും കാതും എല്ലാം ശംഖുവാശാനിലാണ്ട്. ശാശം നേരെ ഇരുന്നിട്ട് ഓരോരുത്തരോട് ചോദിച്ചു, എന്താണ് ഇതിന് കാരണം? അപ്പോൾ ആ നേരം ശ്രോതാക്കളുടെ എല്ലാം മുൻനിരയിലിരുന്ന ഒരു ബാലൻ ഭഗവതിയോട് എണീറ്റിട്ട് ആശാനോടൊരു സംശയം ചോദിച്ചു, മാതുല, അപ്പോൾ അപൂർണതയാണോ അശാന്തിയെ ഉണ്ടാക്കുന്നത്? ശംഖുവാശാൻ ഈ ചോദ്യം വളരെ സന്തോഷമായി. കാരണം ജ്ഞാനാന്വേഷണത്തിൻ്റെ ലക്ഷണമുള്ള ആ ചോദ്യം ചോദിച്ചത് തൻ്റെ സഹോദരീപുത്രനായ മാടൻ എന്ന ബാലനിൽ നിന്നുമാണ്. ആ ബാലനാണ് പിൻകാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പിതാവായി തീരാനുള്ള ഭാഗ്യമുണ്ടായത്. അപ്പോൾ കുട്ടിയമ്മയാണെങ്കിലോ, മാതാവായ കുട്ടിയമ്മ വളരെയധികം ഈശ്വരഭക്തിയുള്ളവളും നല്ല ഗുണങ്ങൾക്ക് ഉടമയുമായി.